നമസ്കാരം ഗൈസ്, ട്രാവൽ വിത്ത് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 2:50. ഈ സമയത്ത് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ, തൃശ്ശൂർ വരെ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിഷ്ണു. ഇവനോടൊപ്പമാണ് ഞാൻ പോകുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളുണ്ടാവും, അപ്പോൾ മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. പോരാ, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോകുന്നത് ട്രെയിനിലാണ്. അപ്പോൾ നമ്മൾ നാടായ നെയ്യാറ്റിൻകരയിൽ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബൈക്ക് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾക്ക് പോവേണ്ട ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഏറനാട് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ തൃശ്ശൂരേക്ക് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. കറക്റ്റ് 3:30 തന്നെ ട്രെയിന് പുറപ്പെട്ടു. ഒന്ന് മയങ്ങി എണീറ്റപ്പോഴേക്കും ചേർത്തലയായി. ഒരു മഴയൊക്കെ പെയ്ത് ക്ലൗഡി കാലാവസ്ഥയിലാണിപ്പോൾ. എറണാകുളത്തേക്ക് ട്രെയിന് പ്രവേശിച്ചപ്പോൾ തന്നെ ക്ലൈമറ്റ് മൊത്തം മാറി. മഴയൊക്കെ പെയ്ത് ദൂരെയുള്ള വിസിബിലിറ്റിയൊക്കെ വളരെ കുറവാണ്, പക്ഷെ കാണാൻ അടിപൊളിയാണ്. അങ്ങനെ 9 മണി കഴിഞ്ഞതോടെ ഞങ്ങൾ തൃശ്ശൂരെത്തി. ഇനി പുറത്തോട്ടിറങ്ങുകയാണ് ലക്ഷ്യം. പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ട്. ഒരു ഹോട്ടൽ തപ്പി നടക്കുകയാണ്. അപ്പോഴാണ് ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പിന്നെ കയറി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. രണ്ട് മസാല ദോശയ്ക്കും 2 ചായക്കും കൂടി 110 രൂപയാണ് ആയത്. വില നോക്കണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഐ ലവ് യു തൃശ്ശൂർ എന്ന സൈൻ ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ്. ഒരു ബഡ്ജറ്റ് റെസ്റ്റോറൻ്റാണ്, വരുന്നവർക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് വിഷ്ണു ഒരു അബദ്ധം പറ്റിയത്. കൈ തുടക്കാൻ ടിഷ്യൂ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നത് അവിടുത്തെ സ്റ്റാഫ് തലയിലിടുന്ന നെറ്റാണ്. അങ്ങനെ തൃശ്ശൂർ വന്ന ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യമായി പോകുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്. അങ്ങോട്ടുള്ള ബസ് തപ്പിയാണ് ഞങ്ങളീ പോകുന്നത്. പക്ഷേ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് അറിയുന്നത് അങ്ങോട്ട് ബസ്സില്ലാന്ന്. എന്നാൽ പിന്നെ പുറത്തിറങ്ങി പ്രൈവറ്റ് ബസ് വല്ലതും കിട്ടുമെന്ന് തപ്പി നോക്കാം, അതല്ലേ നല്ലത്. നമുക്ക് പോകേണ്ടത് പെരിങ്ങോട്ടുകരയിലേക്കാണ്. അങ്ങനെ പുറത്ത് നിന്നപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് വന്നു. ഞങ്ങളതിൽ കയറി. ഡയറക്റ്റ് പെരിങ്ങോട്ടുകര പോകുന്ന ബസ്സാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പെരിങ്ങോട്ടുകരയിൽ ആവണങ്ങാട്ട് കളരി എന്ന വിഷ്ണുമായ ക്ഷേത്രത്തിലാണ്. ബസ് ഇറങ്ങി ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് നടക്കേണ്ടതുണ്ട്. പോകുന്ന വഴിക്ക് നല്ല വൃത്തിയോടെയാണ് അവർ പരിപാലിച്ചു പോകുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു ചെന്ന് എത്തുന്നത് ഈ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിവിടെ ആവണങ്ങാട്ട് മന എന്നാണ് ഇതറിയപ്പെടുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പറയുമ്പോൾ തറവാട്, ആ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ഇതിനകത്ത് വീഡിയോഗ്രാഫിയൊന്നും അലൗഡല്ല, ഇവിടെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട്. പോരാത്തിന് നല്ല തിരക്കുമുണ്ട്. എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് കാണാം.
ക്ഷേത്രത്തിന് പുറത്ത് വലിയൊരു കുളമുണ്ട്. പായൽ പിടിച്ച് കിടക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടാണ് അത് കിടക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി ബസ് കാത്ത് നിന്നപ്പോഴാണ് വിഷ്ണു പറഞ്ഞത്, അടുത്ത് വേറൊരു ക്ഷേത്രമുണ്ട്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു പോകാം. ഇതാണ് ആ ക്ഷേത്രം, പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനം. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് പുറത്തുള്ളവർ പറഞ്ഞത്. എന്താ നമുക്ക് കയറി നോക്കാം. അകത്ത് കയറിയപ്പോൾ എൻ്റെ വിഷ്ണുവിൻ്റെ കിളി പറന്നുപോയി. ഇത് ക്ഷേത്രമാണോ അതോ കൊട്ടാരമാണോ എന്നുള്ള ഡൗട്ടായിപ്പോയി. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായി സിനിമ, കല, രാഷ്ട്രീയം, സാഹിത്യം എന്നീ മേഖലയിലുള്ളവർ ഈ ക്ഷേത്രം സന്ദർശിച്ചതിൻ്റെയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളൊരു പ്രൈവറ്റ് ബസ് പിടിച്ചു. നേരെ തൃശ്ശൂരേക്കാണ് പോകുന്നത്. തൃശ്ശൂർ വടക്കുന്നാഥനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മുമ്പിലെത്തി. ഇവിടെ കുറച്ച് തിരക്കുണ്ട്. അതിനിടയിൽ കൂടി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എടുത്തതിന് ശേഷം ഞങ്ങൾ തേക്കങ്കാട് മൈതാനത്തിൽ ചുമ്മാ അങ്ങോട്ട് തേരാപാര നടന്നു. ഇതിനകത്ത് എവിടെ നോക്കിയാലും പ്രേമിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ കൂടെ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ഇതിനടുത്തൊരു സൂ ഉണ്ടെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു വാ പോവാം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. 40 രൂപ. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി. ഉള്ളിലേക്ക് കയറാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഒരു സൂവിൽ കുറുക്കനെ കാണുന്നത്. ഒന്നല്ല 2-3 ഉണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. സമയം ഒരുപാട് വൈകി. റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റാണെന്ന്. പിന്നെ ട്രെയിനിൻ്റെയും കാലത്ത് ഇരുന്നു കട്ട പോസ്റ്റായി. അങ്ങനെ ട്രെയിൻ എത്തി. നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല.
ഇനി തിരുവനന്തപുരം എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ പുലർച്ചെ ഞങ്ങൾ തിരിച്ചെത്തി. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി അടുത്ത യാത്രയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.